ഇതാണ് പഴമക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാൻ വിഷുവിന് ഒരു അടിപൊളി വിഷുക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പുതിയ കൂട്ടുകാർക്കും എല്ലാം അയച്ചു കൊടുക്കുക കേട്ടോ. പഴമക്കാർക്കെല്ലാം ഇത് നല്ലോണം അറിയാം. അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി കഴുകിടാം. അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല ചുവന്ന നെല്ലുത്തേരീൻ്റെ ചെറുതാണ്. ഒരു ഗ്ലാസ് അരി കേട്ടോ, 250 ml ഒരു ഗ്ലാസ്. അപ്പോൾ ഇതിന് ഞാൻ ഏകദേശം ഒരു 4 ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകട്ടെ. അപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ഇതിലേക്ക് അരിച്ചിടാം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് കേട്ടോ. അതെന്തെല്ലാം നോക്കാം. ഇത് തിളച്ച് വേവട്ടപ്പത്തേക്ക് ഇതാ ചെറിയൊരു മുറി നാളികേരം ചിരകിയതാണ്. അതിലേക്ക് ഇനി ഇതാ നല്ല ജീരകം. ഇതാ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തു. ഒരു 1.5 ടീസ്പൂൺ എടുക്കാം നമുക്ക് കേട്ടോ. ജീരകം നല്ലോണം ഇതിൽ വേണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട കേട്ടോ. കുറച്ച് നാളികേരം ഇങ്ങനെ നമുക്ക് കടിക്കാനും കിട്ടണം. അരയാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇതാ ഇതുപോലെ ഒന്ന് പരുക്കനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നല്ല ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല, റഫായിട്ട്. അത് മതി. ഇത് ഇനി നമുക്ക് നമ്മളെ കഞ്ഞിയെല്ലാം ഇപ്പോൾ വെന്തിട്ടുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുക. നമ്മളെ കഞ്ഞിപ്പോൾ ഇതാ വെന്ത് ഉഷാറായി കേട്ടോ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച നാളികേരം ജീരകം ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നു. ഒരുപാട് വെള്ളമാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇനി ഒന്ന് തിളച്ചാൽ മതിയേ. ഇപ്പം തന്നെ എന്താ ഒരു നല്ല സ്മെല്ല്, കുട്ടിക്കാലം ഓർമ്മ വരിക. ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ അമ്മ ഓണത്തിന് വിഷുവിനൊക്കെ എങ്ങനെയാണ് ഒരു 10 മണി 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കഞ്ഞും അതിൻ്റെ കൂടെ എന്തെങ്കിലും തൊട്ട് കൂട്ടാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഞ്ഞി ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ. കുറച്ചിടുക, പിന്നെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഇടാമല്ലോ ആവശ്യത്തിന്. അപ്പോൾ ഇതാ കഞ്ഞി തിളച്ചു കേട്ടോ. നല്ലപോലെ തിളച്ചില്ലെങ്കിൽ എന്താണെന്നറിയോ, പിന്നെ കുറച്ച് ബാക്കിയുണ്ട്. നമ്മൾ വൈകുന്നേരമൊക്കെ കുടിക്കണം വിചാരിച്ചാൽ ചീത്തയായിപ്പോവും, നാളികേരം ഇട്ടതല്ലേ. പക്ഷെ ഒരുപാട് വേവിച്ചാൽ ആ നാളികേരത്തിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ എനിക്കിപ്പോൾ ഇത്ര മതി. അപ്പോൾ ഇത് ഓഫാക്കുകയാണ്. പിന്നെ നമ്മൾ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. കഞ്ഞിയിലായതുകൊണ്ട് പിന്നെ എപ്പോൾ ഇട്ടാലും ഉപ്പ് പിടിച്ചോളും. അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ, മൂടി വെക്കാം, അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സംഗതികൾ ഉണ്ടാക്കാം. ഇനി ഇതാ പപ്പടം എടുത്തിട്ട് നമ്മൾ പപ്പടക്കോല് കൊണ്ട് നടുവിലൊരു ഹോൾസ് ഉണ്ടാക്കുക. എന്നാൽ നമുക്ക് കുറേ പപ്പടം കാച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇതൊന്നിച്ച് പൊങ്ങി വന്നാൽ നമുക്ക് ഇടാനാവില്ല. ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിക്കുക കേട്ടോ. ഒരുപാട് ഒഴിച്ച് എപ്പോൾ നോക്കിയാലും പപ്പടം വറുത്താൽ പിന്നെ നമുക്ക് എണ്ണ ബാക്കിയായിരിക്കും. എണ്ണ ചൂടായി നമുക്ക് ഓരോരോ പപ്പടം ഇട്ട് കാച്ച പപ്പടം നമ്മളിതാ ഈ കോലിലാക്കുന്നു. അപ്പോൾ എണ്ണ മുഴുവൻ ഇതിലേക്ക് തന്നെ വാർന്നു പോയിക്കോളും. കഴിഞ്ഞു. ഇതാ കണ്ടോ, സ്റ്റവ് ഓഫാക്കാം. ഇപ്പം നമ്മുടെ പപ്പടം എല്ലാം കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എണ്ണയെല്ലാം മുഴുവൻ വാർന്നു പോകും കേട്ടോ. ഇതോ ഇതുപോലെയൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചാൽ നമുക്ക് 2-3 ദിവസം ഒന്നും ചീത്തയാവില്ല കേട്ടോ. ഇതിൻ്റെ ലിഡിട്ട് അടച്ചു വെക്കുക. ഇതാ നമ്മളെ വിഷുക്കഞ്ഞി പപ്പടം റെഡി കേട്ടോ.
ഇതാണ് ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടുക. ഇപ്പം എല്ലാം സ്പൂണൊക്കെ അല്ലേ, ഇങ്ങനെ രാവിലെ കൊണ്ട് കുമ്പിൾ കുത്തിയിട്ട് അതിലാണ് കുടിക്കുക. അതിനൊരു ഔഷധ ഗുണം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിനും വിഷുവിനും ഒക്കെ 3 ദിവസം ഉണ്ടാക്കും. വലിയ ഓണം, ചെറിയ ഓണം, പിന്നെ അതിൻ്റെ ശേഷം ചെറിയ ഓണം ഉണ്ടല്ലോ. അങ്ങനെ ഇത് കുടിച്ചാൽ മതി, നല്ല എനർജി ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഓണം വിഷു ഒന്നും ആണെന്നില്ല, നമുക്ക് കുട്ടികൾക്കും വയസ്സന്മാർക്കും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.